നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഒന്നാമത്തെ അറിയാവുന്നതാണ്. നമ്മുടെ സോഷ്യൽ സയൻസിൽ 2 ടെക്സ്റ്റ് ആണുള്ളത്. ഫസ്റ്റ് പാർട്ട് ഹിസ്റ്ററി, സെക്കൻഡ് പാർട്ട് ജോഗ്രഫി. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഹിസ്റ്ററിയുടെ ആദ്യ ചാപ്റ്ററാണ് റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി വേൾഡ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അതിനെക്കുറിച്ചാണ് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി വേൾഡ്. നിങ്ങളെല്ലാം പഠിച്ച ആളുമായിരിക്കും, വിദ്യാഭ്യാസം പഠിക്കുന്ന കാര്യമാണ് റെവല്യൂഷൻ. എന്താ റെവല്യൂഷൻ? വിപ്ലവം. നമുക്ക് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കും. അവിടെ റൈറ്റ്സിന് വേണ്ടിയായിരിക്കാം, ഫ്രീഡത്തിന് വേണ്ടിയായിരിക്കാം. അപ്പൊ അത് നേരിന് വേണ്ടി അത് എന്ത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോഴാണ് എന്താകുക? റെവല്യൂഷൻ ഉണ്ടാകും. റെവല്യൂഷൻ എന്താണ്? നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു ശ്രമിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? റെവല്യൂഷൻസ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ സമൂഹത്തിലോ പറഞ്ഞതുപോലെ struggles that try to change the society. നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു? മാറ്റങ്ങൾക്ക് വേണ്ടി അവർ എന്ത് ചെയ്യുന്നു ശ്രമിക്കുന്നു. എന്തിനു വേണ്ടിയായിരിക്കാം? റൈറ്റ്സിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഫ്രീഡത്തിന് വേണ്ടിയായിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയിനായിട്ട് റെവല്യൂഷൻ അറിയപ്പെടുന്നത്. അതിന്റെ മാത്രം മതി. ഒരു എക്സാമിനേഷൻ വരുന്നില്ല. റെവല്യൂഷൻ എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. മെയിനായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ എന്താണ്? സ്ട്രഗിൾസ് ദാറ്റ് ചേഞ്ച് ദ സൊസൈറ്റി. സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു? മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. എന്തിനു വേണ്ടിയായിരിക്കും? ഫ്രീഡം, റൈറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? റെവല്യൂഷൻ മെയിനായിട്ട് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ആദ്യകാല റെവല്യൂഷനെ കുറിച്ച് പറഞ്ഞാൽ അതിന് കൂടുതലായി സഹായിച്ചത് നിങ്ങൾ പഠിച്ചു കാണുന്ന റിനൈസൻസ് ആണ്. ദ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദി ഏർലി റെവല്യൂഷൻസ് എന്തായിരുന്നു? റിനൈസൻസ് ആയിരുന്നു. അപ്പൊ ആദ്യകാല റെവല്യൂഷനെ സഹായിച്ചത് എന്തായിരുന്നു? റിനൈസൻസ് ആയിരുന്നു. 2 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. എന്താണ് റെവല്യൂഷൻ എന്ന് പറഞ്ഞു. അതിനുശേഷം ആദ്യകാലത്തുണ്ടായിരുന്ന റെവല്യൂഷനെ സഹായിച്ച മെയിൻ ഫാക്ടർ എന്തായിരുന്നു മാത്രം പറഞ്ഞു. റെവല്യൂഷൻ എന്താണ്? സൊസൈറ്റി എന്തിനു വേണ്ടിയായിരിക്കും? ഡിനൈഡ് റൈറ്റ്സ്, അവകാശങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, ഫ്രീഡം, നമ്മുടെ സ്വാതന്ത്ര്യം വേണ്ടിയായിരിക്കാം. അതിനൊക്കെ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? റെവല്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യകാല റെവല്യൂഷൻ പിന്നെ ഏത് റെവല്യൂഷനെ കുറിച്ച് പറഞ്ഞാലും അതിന് കൂടുതലായി സഹായിച്ച് സ്റ്റിമുലേറ്റ് ചെയ്ത് എന്തായിരുന്നു? റിനൈസൻസ് ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഇതേപോലെ ലോകത്തിന്റെ പല കോണുകളിൽ ഉണ്ടായിരുന്ന 5 റെവല്യൂഷനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, 2 ഫ്രഞ്ച് റെവല്യൂഷൻ, 3 ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ, 4 റഷ്യൻ റെവല്യൂഷൻ, 5 ചൈനീസ് റെവല്യൂഷൻ. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന തന്നെയാണ്, നമ്മളെല്ലാം പഠിച്ചത് സിമ്പിളായ കാര്യങ്ങളാണ്. ഒന്നാമത് എന്താണ്? ഫസ്റ്റ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, 2 ഫ്രഞ്ച് റെവല്യൂഷൻ, 3 ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ, 4 റഷ്യൻ റെവല്യൂഷൻ, 5 ഫ്രഞ്ച് റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് പോർഷൻ ആയ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ്. അതെ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ കൊറോണ ബാധിച്ച പ്രദേശങ്ങളിലെ രാജ്യങ്ങളാണ് അമേരിക്ക. അപ്പൊ അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്കാണ് നമ്മളിലേക്ക് ആദ്യം പോകുന്നത്. ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. നമ്മൾ ആദ്യം 2 സ്റ്റെപ്പായി പഠിക്കും. ആദ്യം കുറച്ച് പോയിന്റും പിന്നെ കുറച്ച് വർഷങ്ങളും, ഇയർ. നമുക്ക് അങ്ങനെ അതായത് പഠിക്കാൻ കുറച്ച് എളുപ്പമായിട്ടുള്ളൂ. ഫസ്റ്റ് കേട്ടുള്ള ഫ്രം ദി 16th century onwards the European peoples migrate to North America. 16ാം നൂറ്റാണ്ടോട് കൂടി യൂറോപ്പിന്റെ പല പ്രദേശങ്ങളിൽ നിന്നും ഒരുപാട് യൂറോപ്യൻസ് എവിടേക്ക് എത്തി? നമ്മുടെ അമേരിക്കയിലേക്ക് എത്തി. അപ്പം ഫ്രം ദ 16th century onwards the Europeans migrate to North America. അപ്പൊ അവർക്ക് ലക്ഷ്യമുണ്ടായിരുന്നു. The main aim of these migrants was to exploit their resources. അമേരിക്കയിൽ ഉണ്ടായിരുന്ന വിഭവങ്ങൾ എന്ത് ചെയ്യുക? കൊള്ളയടിക്കും. അവിടുത്തെ വിഭവങ്ങൾ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയാണ് ആരെത്തിയത്? യൂറോപ്യൻസ് എത്തിയത്. മേജർ എയിം എന്തായിരുന്നു? എക്സ്പ്ലോയിറ്റ് ദെയർ റിസോഴ്സസ്. അവിടുത്തെ വിഭവങ്ങൾ എന്ത് ചെയ്യുക? കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു ആരുടെ ലക്ഷ്യം? ഈ മൈഗ്രൻസിന്റെ ലക്ഷ്യം. തുടർന്ന് ബൈ ദ 18th century English had established 13 colonies in North America. അതിനുശേഷം
18ാം നൂറ്റാണ്ടോടെ ഇവിടേക്ക് ആരെത്തി? ഇംഗ്ലീഷുകാർ. അവരിവിടെ 13 കോളനികൾ സ്ഥാപിച്ചു. നമ്മൾ 2 പോയിന്റാണ് പറഞ്ഞത്. ഫസ്റ്റ്, from the 16th century onwards, the Europeans migrated to North America. The major aim of migrants to exploit their resources. അതിനുശേഷം ഇങ്ങോട്ട് വന്നു. By the 16th century, by the 18th century, English had established 18 colonies in America. അവർ 13 കോളനി ചെയ്യുകയുണ്ടായി അമേരിക്കയിൽ ആരംഭിക്കുകയും ചെയ്തു. Then they introduced a new policy known as mercantilist policy. അതിനുശേഷം അമേരിക്ക പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അവർ പുതിയ നയം ആവിഷ്കരിച്ചു അറിയപ്പെടുന്നതാണ് മെർക്കന്റിലിസ്റ്റ് പോളിസി എന്ന പേരിൽ. എന്താ മെർക്കന്റിലിസ്റ്റ് പോളിസി? അതായത് ഈ അമേരിക്കയിൽ ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ അമേരിക്കയിലുള്ള റോ മെറ്റീരിയൽസ് ആർക്ക് മാത്രം? ബ്രിട്ടീഷുകാർക്ക് മാത്രം ബ്രിട്ടീഷർ കളക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ ബ്രിട്ടീഷ് ഉത്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് ആർക്ക് മാത്രം? ഇവിടെയുള്ള ജനങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുക? വിൽക്കുകയും ചെയ്യും. 2 കാര്യങ്ങൾ. ഒന്ന്, അവർക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്ന ഒരു കോളനിയാക്കി മാറ്റുന്നതിന് വേണ്ടി, അതേപോലെ തന്നെ അവരുടെ പ്രൊഡക്റ്റ് നിശ്ചയിക്കുന്ന ഒരു മാർക്കറ്റാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അമേരിക്കക്കാരന് വേണ്ടി അവർ ആവിഷ്കരിച്ച ഒരു പോളിസിയാണ് മെർക്കന്റിലിസ്റ്റ് പോളിസി. മെർക്കന്റിലിസ്റ്റ് പോളിസിയെ കുറിച്ച് പറഞ്ഞാൽ ബ്രിട്ടീഷ് created the American colonies to collect their raw materials. അവരുടെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക and as market for selling their products. അവരുടെ വസ്തുക്കൾ വിറ്റഴിക്കുകയും ചെയ്യുക. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി അവർ ആവിഷ്കരിച്ച നയമാണ് മെർക്കന്റിലിസ്റ്റ് പോളിസി. എന്തിനൊക്കെ വേണ്ടിയായിരുന്നു? ബ്രിട്ടീഷ് created the American colonies to collect their raw materials. അത് raw materials കളക്ട് ചെയ്യുക and as market for selling their products. അവരുടെ വസ്തുക്കൾ വിറ്റഴിക്കുകയും ചെയ്യുക. ഇതായിരുന്നു എന്ത് മെർക്കന്റിലിസ്റ്റ് പോളിസിയിലൂടെ അവർ ഉദ്ദേശിച്ചത്. നമ്മൾ 3 പോയിന്റാണ് പറഞ്ഞത്. 16th സെഞ്ചുറിയോട് കൂടി യൂറോപ്യൻ പല ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് മൈഗ്രൻസ് എവിടെ എത്തി? നോർത്ത് അമേരിക്കയിലേക്ക് എത്തി. അതിനുശേഷം 18th സെഞ്ചുറിയോട് കൂടി ഇംഗ്ലീഷിൽ എത്തിക്കുകയും കോളനീസ് ഇൻ അമേരിക്ക 13 കോളനികൾ അവർ ആവിഷ്കരിച്ചു. അതിനുശേഷം ഈ അമേരിക്ക പിടിച്ചെടുക്കുന്നതിന് വേണ്ടി they implemented a new policy known as mercantilist policy. മെർക്കന്റിലിസ്റ്റ് പോളിസി എന്തായിരുന്നു? ഈ പറഞ്ഞ കോളനികളുടെ വസ്തുക്കളെ കളക്ട് ചെയ്യുക, അതിന്റെ പ്രവർത്തനം ചെയ്യുക, വിറ്റഴിക്കുക. ബ്രിട്ടീഷ് created the colonies for collect raw materials and as market for selling their product. അതാണ് ഏതൊരു അറിയപ്പെടുക മെർക്കന്റിലിസ്റ്റ് പോളിസി കൈകാര്യപ്പെടുകയും ചെയ്തത്. ഇതേപോലെ എക്സാമ്പിൾ ചോദിക്കാൻ സാധ്യതയുള്ളത് മെർക്കന്റിലിസ്റ്റ് പോളിസിയിലേക്ക് ലോസ് അല്ലെങ്കിൽ പോളിസി എന്താണെന്ന് ചോദിക്കും. ഒരു 4-5 പോയിന്റ് പറയുന്നത്. നമുക്കൊരു 3 പോയിന്റ് പഠിച്ചാൽ മതി. ഫസ്റ്റ് കേട്ടുകൊടുക്കുക. ഒന്നാമത് ഇംഗ്ലീഷ് എടുക്കുക. ഫസ്റ്റ് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ കോളനിയിൽ ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കള് ഒന്നുകിൽ ബ്രിട്ടീഷ് ഷിപ്പിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രിട്ടീഷ് കോളനിയിലെ ഷിപ്പിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇവിടുന്ന് കൊണ്ടുവരാൻ പാടുള്ളൂ. The goods to and from the colonies must carry only the British made ship or the ship built in British colonies. ഒന്നെന്താണ്? ഇവിടുന്ന് കൊണ്ടുപോകുന്ന വസ്തുക്കള് ഒന്നുകിൽ ബ്രിട്ടീഷുകാരുടെ കപ്പലുകൾ കൊണ്ടുപോകുക അല്ലെങ്കിൽ ബ്രിട്ടീഷുകാര് നിർമ്മിച്ച കോളനിയിൽ നിർമ്മിച്ച കപ്പലുകൾ കൊണ്ടുപോകുക. മെയിനായിട്ട് ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് എവിടേക്ക് കൊണ്ടുപോകാനുള്ള ഏതായിരിക്കണം? ഒന്നുകിൽ ബ്രിട്ടീഷ് മെയ്ഡ് ഷിപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവിടെ ഷിപ്പ് മെയ്ഡ് ഇൻ ദ കോളനീസ് കോളനിയിൽ നിർമ്മിച്ച കപ്പലുകളായിരിക്കും നമ്മൾ മെയിനായിട്ട് കൊണ്ടുപോകാറുള്ളത്. രണ്ടാമത്തെ പോയിന്റ്, the products such as wool, cotton, tobacco, sugar, etc. must export only to British. ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ടൊബാക്കോ ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, കോട്ടൺ ആയിക്കോട്ടെ, ടീ ആയിക്കോട്ടെ, അങ്ങനെയുള്ള വസ്തുക്കൾ ആർക്ക് മാത്രം? ബ്രിട്ടീഷുകാരെ മാത്രം എക്സ്പോർട്ട് ചെയ്യുവാൻ പാടുള്ളൂ. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, the British can affix all the legal documents such as newspapers, pamphlets, etc. നമ്മൾ ബ്രിട്ടീഷുകാരുടെ സീല് ഇവിടെയുള്ള പത്രങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഔദ്യോഗിക പ്രമാണങ്ങളായിക്കോട്ടെ എല്ലാത്തിനും എന്ത് ചെയ്യുക? ബ്രിട്ടീഷ് സ്റ്റാമ്പ് നമ്മൾ പതിക്കുകയും വേണം. ഈ പോളിസി അറിയപ്പെടുന്നതാണ് മെർക്കന്റിലിസ്റ്റ് പോളിസി എന്ന പേര്. നമ്മൾ പഠിച്ചത് 3 പോയിന്റാണ്. 60th സെഞ്ചുറിയോട് കൂടി യൂറോപ്യൻ മൈഗ്രൻസ് ഇവിടേക്ക് എത്തപ്പെട്ടു. 80th സെഞ്ചുറിയോട് കൂടി അവര് ഇംഗ്ലീഷുകാർ 13 കോളനീസുകൾ ആരംഭിച്ചു. അതിനുശേഷം അമേരിക്ക പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു പുതിയ പോളിസി കൊണ്ടുവരുന്നതായി മെർക്കന്റിലിസ്റ്റ് പോളിസി. ആ പോളിസി എന്താണെന്ന് പറഞ്ഞു. അതിലുള്ള 3 പോയിന്റ് പഠിച്ചാൽ എന്തൊക്കെയായിരുന്നു? ഒന്നാമത് ഇവിടുന്ന് കൊണ്ടുവന്ന വസ്തുക്കള് the goods to and from the colonies must carry only
the British made ship or the ship built colonies. രണ്ടാമത് products such as tobacco, cotton, tea, sugar, etc. must only export to British. And third one, British stamp affixed on all legal documents such as pamphlets, newspapers, etc. അതിലേക്ക് എന്തെങ്കിലും ഈ സ്റ്റാമ്പ് ഒളിപ്പിക്കുകയും ചെയ്യുക. മൂന്ന് പോയിന്റ് പറഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിച്ചുകൊള്ളുക, ടെക്സ്റ്റിൽ ആ പോയിന്റ് പറയുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടായത്? അപ്പൊ എല്ലാ സമരങ്ങൾക്കും പിന്നിൽ ഒരു കാരണം ഉണ്ടായി. ഇവിടെ ഉണ്ട് ഒരു കാരണം. പക്ഷെ ആ പോയിന്റ് ടെക്സ്റ്റിൽ പറയുന്നതിന് ഞാൻ അറിഞ്ഞു പോയാൽ മതി. 1763 വരെ അന്ന് ഇംഗ്ലണ്ടുകാരും ഫ്രഞ്ചുകാരും ഒരു യുദ്ധമുണ്ടായി. അതറിയപ്പെടുന്ന 7 ഇയർ വാർ പേര്. കാരണം ഒരു 7 വർഷക്കാലമാണ് നീണ്ടിരുന്നത്. അപ്പൊ 1763 a war broke out between England and France. ആരംഭിച്ച യുദ്ധം 63 അവസാനിച്ചു. The war ended in 1763 and the British had won this war. എല്ലാവരും വിജയിച്ചു, ബ്രിട്ടീഷ് ജയിച്ചു. But they have faced several economic crises. To overcome the situation, they implemented heavy tax on the American peoples. അപ്പൊ ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് വിജയിച്ചു, പക്ഷെ അവർക്ക് ഒരുപാട് എക്കോണമിക് ക്രൈസിസ് ഉണ്ടായി. അപ്പൊ ആ ക്രൈസിസ് ഓവർകം ചെയ്യുന്ന വേണ്ടിയിട്ടുള്ള മാർഗം എന്താണ്? അമേരിക്കൻ ജനങ്ങൾക്ക് മേലുള്ള ടാക്സ് ഏർപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ബട്ട് ആ ടാക്സ് ഏർപ്പെടുത്തിയതാണ് എന്തൊരു കാരണമായത്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് കാരണമായത്. അപ്പൊ ഒന്നുകൂടെ പോയില്ല. അപ്പൊ 1763 a war broke out between England and France. The war ended in 1763. British had won this war, but they had faced several economic crises. To overcome the situation, they implemented a heavy tax on the American people. This could be the main basis for the American War of Independence. നമുക്ക് ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് തുടങ്ങുമ്പോൾ തന്നെ ഒരു സ്ലോഗനോട് കൂടിയാണ് തുടങ്ങുന്നത്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ എന്തില്ല, നികുതിയില്ല. അമേരിക്കൻ ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് അല്ല ബ്രിട്ടീഷുകാരൻ. അതിന് അവർക്ക് എന്ത് നൽകത്തില്ല? ടാക്സ് നൽകത്തില്ല. ഇതോടുകൂടിയാണ് എന്ത് ആരംഭിക്കുന്നത്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആരംഭിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് സ്റ്റേജ്. 4 പോയിന്റുകൾ പറഞ്ഞുള്ളൂ. ഫസ്റ്റ് 60th സെഞ്ചുറിയിൽ യൂറോപ്യൻ പീപ്പിൾസ് ബ്രേക്ക് മാഗ്നറ്റ് എത്തി പറഞ്ഞു. രണ്ടാമത് 18th സെഞ്ചുറിയിൽ ഇംഗ്ലീഷുകാർ കോളനീസ് ആണെന്ന് കുറിച്ച് പറഞ്ഞു. അതിനുശേഷം അതിനെ ഏർപ്പെടുത്തിയ പുതിയ പോളിസി ഏതായിരുന്നു? പോളിസിയെ കുറിച്ച് പറഞ്ഞു. ലാസ്റ്റ് ഈ വാർ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള 7 ഇയർ വാറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി സെക്കൻഡ് ഫേസിലേക്ക് പോവുകയാണ്. ശ്രദ്ധിച്ചുകൊള്ളുക, നമുക്ക് കുറച്ച് വർഷങ്ങളിലൂടെ സിമ്പിൾ ആയി പഠിക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹം പോയാണ് ഒരു യുദ്ധം ആരംഭിക്കുക, അല്ലെങ്കിൽ സമരം ആരംഭിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് 1774 നമ്മൾ ആൾറെഡി പറഞ്ഞാണ് ഇംഗ്ലീഷുകാർ 13 കോളനീസ് ആണ് ഇവിടെ ആരംഭിച്ചത്, അമേരിക്കയിലും ആരംഭിച്ചത്. നോക്കിയോ, ഫസ്റ്റ് പോയിന്റ്, all the delegates of the colonies except Georgia. 13 കോളനിയിൽ ജോർജിയയിൽ ബാക്കി 12 കോളനിയിൽ ആ delegates except Georgia meet at Philadelphia in 1774. 1774 13 കോളനിയിൽ ജോർജിയയിലുള്ള കോളനിയിലെ ബാക്കി 12 ഡെലിഗേറ്റ്സ് എവിടെ? ഫിലാഡൽഫിയയിലേക്ക് ഒത്തുകൂടി. എന്തിനു വേണ്ടിയായിരുന്നു ഒത്തുകൂടിയത്? ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് പോളിസീസ്. ബ്രിട്ടീഷർ ഏർപ്പെടുത്തിയ നികുതികൾക്കും അല്ലെങ്കിൽ അവരുടെ നയങ്ങൾക്കുമെതിരെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി 1774 ഈ പറഞ്ഞ 12 കോളനിയിലെ ഡെലിഗേറ്റ്സ് ഫിലാഡൽഫിയയിലുണ്ടായി സമ്മേളിക്കുകയുണ്ടായി. അറിയപ്പെടുന്ന ഫസ്റ്റ് കോളനിയൽ കോൺഗ്രസ് പേരിലാണ്. ഒന്നുകൂടെ, all the delegates of the colonies except Georgia met at Philadelphia in 1774 to protest against the policies implemented by the British. അതറിയപ്പെടുന്നതാണ് it is known as first Continental Congress പേര്. തുടർന്ന് ഈ പറഞ്ഞ സമയത്തിൽ വെച്ച് അവർ ബ്രിട്ടീഷ് നാട് നൽകി, ബ്രിട്ടീഷ് കിങ്ങിന് നൽകി. Subsequently, they given petition to the British king. അവരെന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷ് നാട് നൽകി, രാജാവിന് നൽകിയിട്ടുണ്ടായി. അപ്പൊ ആ പറഞ്ഞ ബ്രിട്ടീഷിനകത്ത് ചില നിവേദനങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് വെച്ചാൽ ഈ പറഞ്ഞ ടാക്സ് എന്ത് ചെയ്യുക? പൂർണ്ണമായും എടുത്ത് മാറ്റുക. അമേരിക്കൻ ജനങ്ങളുടെ ഒരു അപ്രൂവൽ ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? ടാക്സ് ഏർപ്പെടുത്തുവാൻ പാടില്ല. ഒരു കാര്യമാണ് മെയിനായിട്ട് എന്ത് അതിനകത്ത് പറഞ്ഞത്. ഫസ്റ്റ്, they demanded the revocation of the regulation enforced on കൊമേഴ്സ് ആക്ട് ഇൻഡസ്ട്രി. പന്നയിക്കുന്ന വ്യവസായങ്ങൾക്ക് ഒരുപാടായി നികുതി അല്ലെങ്കിൽ ഒരുപാട് ആധിപത്യം വരെ ഏർപ്പെടുത്തി. അതെന്ത് ചെയ്യുക? പൂർണ്ണമായിട്ട്
First, another not to impose tax without the approval of the people. ഈ രണ്ട് പോയിന്റ് രണ്ട് കാര്യം അവർ ഈ പെറ്റീഷനിലൂടെ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ പെറ്റീഷൻ അംഗീകരിക്കുന്നതിന് പകരം ബ്രിട്ടീഷ് ഇന്ത്യയുടെ അടിച്ചമർത്തലാണ് ശ്രമിച്ചത്. The king unfortunately was to suppress the American people. അദ്ദേഹത്തിനുള്ള ഈ ബ്രിട്ടീഷ് രാജാവ് ഈ പറഞ്ഞ പെറ്റീഷനെതിരെ അല്ലെങ്കിൽ പെറ്റീഷൻ ജനങ്ങൾക്കെതിരെ പൂർണ്ണമായ അടിച്ചമർത്തനായിട്ടുള്ളതായി ശ്രമിക്കുകയും ചെയ്തത്. അതോടുകൂടിയാണ് എന്താ വരുന്നത് Then Robert between American peoples and the British. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് 1774 ഫസ്റ്റ് കോളനി കോൺഗ്രസ് ഇന്ത്യയുണ്ടായി ഫിലഡൽഫിയയിൽ സമ്മേളിച്ചു. അവരൊരു പെറ്റീഷൻ അറിയപ്പെടുന്ന കോളനി കോൺഗ്രസ് അറിയപ്പെട്ടു. അതിനുശേഷം പെറ്റീഷൻ ചെയ്യുന്നതായി രാജാവിനെ സമർപ്പിച്ചു. പക്ഷെ ഇങ്ങനെ ഇതില്ല, അത് അംഗീകരിക്കുന്നതിന് പകരം ജനങ്ങളെ അവിടുന്ന അടിച്ചോടിക്കാൻ ശ്രമിച്ചത്. അതോടുകൂടിയാണ് എന്ത് അവിടെ ഒരു റെവല്യൂഷൻ ആരംഭിക്കുകയും ചെയ്തത്. നെക്സ്റ്റ് അടുത്ത വർഷം 74 ഫസ്റ്റ് കോൺഗ്രസ് കോൺഗ്രസ് അവസാനിച്ചു. അടുത്ത വർഷം 75 the second Continental Congress held at Philadelphia elected George Washington as commander-in-chief of Continental Congress. നമ്മളത് പറഞ്ഞ കോൺഗ്രസ് കോൺഗ്രസ് ആരംഭിച്ചെന്ന് പറഞ്ഞാണ്. സെക്കൻഡ് അടുത്ത വർഷം 75 അതേ സ്ഥലത്ത് വെച്ച് ഫിലാഡൽഫിയ വെച്ച് ഒരു സെക്കൻഡ് കോണ്ടിനൽ കോൺഗ്രസ് Second Continental Congress held at Philadelphia in 1775 elected George Washington as commander-in-chief of the Continental Congress. കോൺഗ്രസിന്റെ പുതിയ ചീഫ് ആയിട്ട് ആരെടുത്തു? ജോർജ് വാഷിംഗ്ടന്റെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അടുത്ത വർഷം 1776 ഇപ്പൊ കോണ്ടിനൽ കോൺഗ്രസിന്റെ ഒരു ഇഷ്യൂ ചെയ്യുകയുണ്ടായി. In 1776 the Continental Congress issued the famous Declaration of American Independence. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കയുടെ ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം. On 1776 the Continental Congress issued the famous Declaration of American Independence on 4th July 1776. 1776 ജൂലൈ 4 കോണ്ടിനൽ കോൺഗ്രസിന്റെ അവിടെ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് തയ്യാറാക്കുകയും ചെയ്തു. രണ്ട് വ്യക്തികൾ ചേർന്നാണ് അത് തയ്യാറാക്കിയത്. ഫേമസ് ഡിക്ലറേഷൻ വാസ് released by Thomas Jefferson and Benjamin Franklin. രണ്ടുപേര്. This was prepared by Benjamin Franklin and Thomas Jefferson. ഇവിടെ മൂന്ന് പോയിന്റ് പറഞ്ഞത് 74 ഫസ്റ്റ് കോണ്ടിനൽ കോൺഗ്രസ് ഫിലാഡൽഫിയ. അതിനുശേഷം പെറ്റീഷൻ ടു ദ കിങ്. But the king is the name is after the petition. Next in 1775, the second Continental Congress held at Philadelphia, elected George Washington as commander-in-chief. The next year, 1776, the Continental Congress issued the famous Declaration of American Independence. It was prepared by Thomas Jefferson and Benjamin Franklin. We can do what everybody can do. നെക്സ്റ്റ് അപ്പൊ നമുക്ക് 76 കൂടി അല്ലെങ്കിൽ 76 ഫേമസ് ഡിക്ലറേഷൻ ആരംഭിച്ചത്. അതേ വർഷം തന്നെ എന്നും ആരംഭിച്ചു, യുദ്ധം ആരംഭിച്ചു. The war broke between American peoples and the British began with the famous Declaration of Independence ended in 1781. 1776 ആരംഭിച്ച യുദ്ധം ഉണ്ടായി 1781 അവസാനിക്കുകയുണ്ടായി. According to the Treaty of Paris in 1783, according to the Treaty of Paris in 1783, the British ratified the freedom of 13 colonies. നമ്മൾ പറഞ്ഞതാണ് ഇവിടുത്തെ ബ്രിട്ടീഷ് 13 കോളനി ആരംഭിച്ചത്. 81 കൂടി ബ്രിട്ടീഷുകാരെ പരാജയപ്പെട്ട് വിജയിക്കുവാൻ അമേരിക്ക സാധിച്ചു. 2 വർഷത്തിന് ശേഷം 1783 according to the Treaty of Paris, the British ratified the freedom of the 13 colonies. 13 കോളനികളുടെ സ്വാതന്ത്ര്യം നേടിയതായി ബ്രിട്ടീഷുകാര് അനുവദിച്ചു. ലാസ്റ്റ് പറഞ്ഞത് in 1789, a constitutional convention held at Philadelphia under the leadership of James Madison prepared American Constitution. 1787 കൂടി ജെയിംസ് മാഡിസന്റെ കീഴിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ ഫിലാഡൽഫിയയിൽ ആരംഭിക്കുകയും അതിൽ വെച്ച് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുകയുണ്ടായി തയ്യാറാക്കുകയും ചെയ്തു. എത്രയാണ് നമുക്ക് മെയിനായിട്ട് എഴുതാൻ വരുന്നത്? അമേരിക്കൻ പവർ ഇൻഡിപെൻഡൻസ് വരുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് എക്സൈറ്റ് ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്ന സാധ്യതയുള്ള ക്വസ്റ്റൻ കൂടിയാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. നമ്മൾ ഫസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പോകാറുണ്ട്. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് എന്തായാലും
Okay, so from the 16th century onwards, the Europeans migrated to North America. The major aim was to exploit their resources. ഇവിടുത്തെ ഇപ്പോൾ എന്ത് ചെയ്യുക, കൊള്ളയടിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനെ തുടർന്ന് 18th century, by the 80th centuries, English had established 13 colonies in North America. അതിനുശേഷം then they introduced a new policy known as Mercantilist policy. Mercantilist policy which പറഞ്ഞാൽ British treated the colonies as to collect raw materials and as sell their product, as the market for sell their product. അവരുടെ raw materials കളക്ട് ചെയ്യുക, പ്രൊഡക്റ്റ് ചെയ്യുക, വിറ്റഴിക്കുകയും ചെയ്യും. അതാണ് Mercantilist policy പേരിൽ അറിയപ്പെടുന്നത്. നമുക്ക് അതിൽ 3 പോയിന്റുകൾ വീണ്ടും പറഞ്ഞു പോയി. എന്തൊക്കെയായിരുന്നു 3 പോയിന്റ്? ഫസ്റ്റ്, the goods to and from the colonies must carried only the British made ship or the ship built on English colonies and British colonies, and the products such as cotton, tobacco, sugar, tea, etc. only exported to the British colonies. The last one, the stamp must affixed on British stamp must affixed on tablets, license, newspapers, etc. അതായത് മെർക്കൽസ് പോളിസി പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ടെക്സ്റ്റൈൽ ഇല്ലാതെ പോകുന്ന പറഞ്ഞത് 1766 to 1763 a war broke out between British and the French. The war ended in 1763. British had won this war, but they have faced several economic crises. To overcome this situation, they implemented a tax on the American people. It will be the main reason for the American War of Independence. അത് നിങ്ങൾ ആദ്യം എഴുതുക. നമ്മൾ പറഞ്ഞതുപോലെ ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ ഒരു സ്ലോഗനോട് കൂടിയാണ് നോ ടാക്സേഷൻ ബിഫോർ റെപ്രസെന്റേഷൻ. എന്തില്ല, നികുതി. അമേരിക്കൻ ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് അല്ല ബ്രിട്ടീഷുകാർ, അവർക്ക് എന്തില്ല, നികുതി അല്ലെങ്കിൽ ടാക്സ് യാതൊരു ആവശ്യവും ഇല്ല. ഇത്രയും നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞു. നേരെ നമ്മുടെ ESC കൂടിയാണ് പോയത്. ഫസ്റ്റ് 1774 All the delegates of the colonies except Georgia met in Philadelphia in 1774 to protest against the policies given by the British. It was known as first Continental Congress. Subsequently, they give a petition to the king. അപ്പം അവരെന്തെങ്കിലും ഒരു പെറ്റീഷൻ നടത്താൻ നൽകിയിട്ടുണ്ടായി. എന്നിട്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞത്, they demanded revocation of regulations on the enforcement industry and commerce. അപ്പോൾ tax not to the approval of the British American peoples. American people's support approval ഇല്ലാതെ ഇന്ത്യയെ പോലുള്ള നോട്ട് ഇമ്പോസ് ഓൺ ടാക്സ്. ഇതിന് വേണ്ടിയാണ് ഫസ്റ്റ് കോണ്ടിനൽ കോൺഗ്രസ് വിളിച്ചിരിക്കുകയും ഒരു പെറ്റീഷൻ ആർക്ക് നൽകുകയും ചെയ്തത്. അദ്ദേഹം ഇതിനെ ഈ പെറ്റീഷൻ ഇവിടെ എത്തിയ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടായി, സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. ഇതായിരുന്നു എന്ത് ചെയ്തോ നേരിട്ട് വാർ. ദെൻ ദ ബ്രിട്ടീഷ് പീപ്പിൾ ആൻഡ് ദ അമേരിക്കൻസ് സ്റ്റാർട്ടഡ് വാർ. അടുത്ത പോയിന്റ് 1775 In 1775, the Second Continental Congress held at Philadelphia elected George Washington as commander-in-chief. In the next year, in 1776, the Continental Congress approved. The Continental Congress issued the famous Declaration of American Independence on 4th July 1776. ഇത്രയും ഇതോടുകൂടി 76 എന്ത് ചെയ്യാണ്, അമേരിക്കൻ പീപ്പിൾസും അതേപോലെ ബ്രിട്ടീഷ് തമ്മിലുള്ള വാർ ആരംഭിക്കുകയാണ്. Then the Declaration of American Independence issued on 1776. അപ്പോൾ 76 നിശ്ചയിക്കുണ്ടായി. 2 ആൾക്കാർ. It was prepared by തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഈ 2 ആൾക്കാർ കൂടിയാണ് ഇത് തയ്യാറാക്കിയത്. 76 ആവശ്യം the war ended in 1781. According to the Treaty of Paris in 1783, the British ratified the freedom of 13 colonies. 13 colonies സ്വാതന്ത്ര്യം നേടിയതായി അനുവദിക്കുകയും ചെയ്തു. Then a Constitutional Convention held at Philadelphia in 1789 prepared the first written constitution. ഇതിൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുകയും ചെയ്തു. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇത്രയും എസ്സിക്കുള്ള പോർഷൻ ആണ്. ഇനി ഇതിന് ബാക്കി ആയിട്ട് ചോദിക്കാനുള്ളത് റിസൾട്ട് ചോദിക്കാം. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് റിസൾട്ട് ഒരിക്കൽ ചോദിച്ചും കൂടിയാണ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് റിസൾട്ട് എന്ന് ചോദിക്കാം.
പിൽക്കാലത്തുണ്ടായ ഒരു റെവല്യൂഷൻസ്, ഇപ്പൊ ലേറ്റർ റെവല്യൂഷന് ഒരു ഗേവ് മോട്ടിവേഷൻ ആൻഡ് ഡയറക്ഷൻ ടു ദി ലേറ്റർ റെവല്യൂഷൻ. ഒന്നത് പോയിന്റ് ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദി ലേറ്റർ റെവല്യൂഷൻ. പിൽക്കാലത്തുണ്ടായ വിപ്ലവങ്ങൾ എന്തെല്ലാം സഹായിച്ചു? ഒരു പ്രൊജൻ നൽകുവാൻ സഹായിച്ചു. രണ്ടാമത്തെ പോയിന്റ് പ്രിപ്പയർ ദി ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്തായിട്ട് എഴുതപ്പെട്ട ഭരണഘടനയുണ്ടായി അമേരിക്കയുണ്ടായി. നെക്സ്റ്റ് റിലീസ് ദി കോൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. ആദ്യമായിട്ട് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ് കോൺസെപ്റ്റ് ഉണ്ടായി അവർ അവതരിപ്പിച്ചു. ലാസ്റ്റ് ദി കോൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സ്റ്റേറ്റ്. ഫെഡറൽ സ്റ്റേറ്റ് എന്നൊരു കോൺസെപ്റ്റ് കൂടി ഇതിലൂടെ ഉണ്ടായി ലോകത്തിലേക്ക് നൽകുവാനും സാധിച്ചു. 4 പോയിന്റ് റിസൾട്ട് ആയിട്ടുള്ള ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദി ലേറ്റർ revolution. Prepare the first written constitution, the first concept of republican form of government, the concept of federal states. ഈ പറഞ്ഞ 4 പോയിന്റ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റിസൾട്ട്. ഓക്കേ, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിച്ചിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആയ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദി വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളെ കുറിച്ചാണ്. 5 വിപ്ലവങ്ങളെ കുറിച്ച്, 5 റെവല്യൂഷനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ്. Please subscribe to our YouTube channel for new updated videos and